ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് മീനച്ചാർ ഇടാൻ വേണ്ടി പോവുകയാണ്. ഇത് കഷ്ണമീനാണ്, ഉണക്കമീൻ. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വറുത്ത് ഇങ്ങനെ പെരക്കി എടുക്കും. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഇത് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇനി ആ മീൻ എണ്ണക്കകത്തിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ എണ്ണ ഒഴിച്ച് നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് പൊരിയുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുക്കുകയാണ്. ഇത് വറുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, വറുത്തായില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ കുറേ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്ന കാണുന്നത്. അപ്പോൾ ഞാൻ ഓരോ ചോദിച്ചുകൊണ്ട് കഴുതം തിന്നാൽ വെള്ളമാണോ എണ്ണയാണോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് നിന്ന് വന്നായിരിക്കും തോന്നുന്നു, മീനിൻ്റെ അകത്തുനിന്ന്. എനിക്ക് രണ്ടാമതൊന്ന് ഉണ്ടാക്കി നോക്കണം, അതിന് വേണ്ടി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മളിങ്ങനെ കോരി മാറ്റണം. നമ്മൾ കടുകിട്ട് സൂമപ്പത്തേക്കും അമ്മ കടുകിട്ട് കഴിഞ്ഞു. ഇങ്ങനെ എൻ്റെ കടുക് പൊട്ടിയതിന് ശേഷം കൂട്ടിയിട്ടൊന്നുമില്ല. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ സാധനങ്ങളെല്ലാം ഇടുന്നു, അത്രേ ഉള്ളൂ. പൊട്ടിത്തെറിക്കാണ്ട് നോക്കണം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. വെളിച്ചെണ്ണ കുറവുണ്ട്. നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും. കൂടി ഇടാൻ വേണ്ടി പോയി, നമ്മളോട് ഇടുവാണ്. നമ്മളിട്ട് ഇളക്കി ഇനി അതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ അകത്തിരുന്ന് ആവട്ടെ. എല്ലാം കൂടി മിക്സ് ആയിട്ടാണ്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്താൽ അടിപൊളി, നല്ല പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ഗായ്സ്.